കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നിങ്ങളൊരു കമൻ്റായിട്ട് കാണുന്നത്. സാർ പഠിക്കാൻ തോന്നുന്നില്ല, ടെൻഷനാണ്, എന്ത് ചെയ്യാൻ, ഭയങ്കര മടിയാണ്, SSLC എടുത്തു, ബട്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ല. പല കുട്ടികൾക്കും ഈ ഒരു പ്രശ്നമാണ്. പല കുട്ടികളും ഈ ഒരു സീരിയസ്നെസ് എത്താതെ മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ മൂടില്ല, നിങ്ങൾക്ക് പഠിക്കാൻ സീരിയസ്നെസ് ഇല്ല, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒരു ദിവസം നിങ്ങളൊന്ന് സങ്കല്പിക്കാം. ഏതാണ് ദിവസം? നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. നിങ്ങൾ SSLC ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കും. നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് ആ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ആ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലെ ഒന്നും പഠിക്കാതെ, ഒന്നും വായിക്കാതെ, ഒന്നും ശ്രമിക്കാതെ, എക്സാമിന് 2-3 ദിവസം മുന്നേയുള്ള ലൈവുകൾ മാത്രം കണ്ട് എക്സാമിന് 2-3 ദിവസം മുന്നേ മാത്രം പഠിച്ചാണ് നിങ്ങൾ പബ്ലിക് എക്സാം എഴുതി വിചാരിക്കുക. ആ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്ത് റിസൾട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ തെളിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് SSLC ആണെങ്കിൽ 2-3 A+, +1 ആണെങ്കിൽ 70%, +2 ആണെങ്കിൽ 65%, അങ്ങനെ വളരെ കുറച്ച് മാർക്കായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് സീരിയസ്നെസ് ഇപ്പോഴേ തോന്നി തുടങ്ങിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് ഈ രീതിയിലൊരു മോശം റിസൾട്ടാണ്. മറിച്ച് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട്, എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പഠിക്കണം. ഞാൻ പഠിച്ചാലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ പണിയെടുത്താലേ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ കഷ്ടപ്പെട്ടാലേ മാർക്ക് കിട്ടുള്ളൂ, ഞാൻ സീരിയസ് ആവുകയാണ്, ഞാൻ ആരെയും കാത്തു നിൽക്കുന്നില്ല, ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാനുള്ള ചിന്തയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കണ്ണടിക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം ഇമാജിൻ ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും 4-5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ SSLC ആണെങ്കിൽ റിസൾട്ട് വരുന്ന അന്ന് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു വരാൻ പോകുന്ന റിസൾട്ട് ഫുൾ A+ ആയിരിക്കും. +1 ആണെങ്കിൽ 50% മുകളിലുള്ള റിസൾട്ട് ആയിരിക്കും. +2 ആണെങ്കിൽ 90% മുകളിലോ അല്ലെങ്കിൽ ഫുൾ മാർക്കോ നേടുന്ന റിസൾട്ട് ആയിരിക്കും. അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന ഡേയുടെ അന്ന് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് വരണോ, അടിപൊളി റിസൾട്ട് വരണോ, മോശം റിസൾട്ട് വരണമെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുക. നിങ്ങൾ ഒന്നും പഠിക്കാതിരിക്കുകയാണെങ്കിൽ വരുന്ന റിസൾട്ട് ഒരു മോശം റിസൾട്ട് ആയിരിക്കും. നല്ലോണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളി റിസൾട്ട് ആയിരിക്കും. അത് നിങ്ങളെ ഹാപ്പിയാക്കും. നിങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റി വെക്കുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന, നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി എല്ലാ പണവും ചിലവാക്കുന്ന നിങ്ങളുടെ പാരൻസ് ഹാപ്പിയാവും, എല്ലാവരും ഹാപ്പിയാവും. മറിച്ച് ഒരു മോശം റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾക്കത് സങ്കടമാകും, നിങ്ങളുടെ പാരൻസിന് സങ്കടമാകും, എല്ലാവർക്കും സങ്കടം. ആലോചിക്ക്, തീരുമാനിക്ക് ഏത് റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. നല്ല റിസൾട്ടിനാണെങ്കിൽ മടിയൊക്കെ മാറ്റി വെച്ചിട്ട്, എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട്, ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന, ഫുൾ A+ കിട്ടുന്ന ആ ഒരു സമയം ആലോചിച്ചുകൊണ്ട് കിടക്ക്. അപ്പോൾ രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് നീ പഠിക്കും, രാത്രിയും പഠിക്കും. അപ്പോൾ നിന്റെ മടിയും മാറ്റാം, സീരിയസ്നെസ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ താല്പര്യക്കുറവും മാറ്റിയിട്ട് നല്ല ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ പറ്റും.